പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടുന്ന 4 വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ, പകർത്താനും തൗഫീഖ് തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ ദുൽഖഅദയിലാണ് നാം ഉള്ളത്. ദുൽഖഅദ പരിശുദ്ധ ഹജ്ജിന്റെ മാസമാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നിവയാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്നറിയപ്പെടുന്ന മാസങ്ങൾ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് പരിശുദ്ധമായ മക്ക കാണണം, പരിശുദ്ധമായ മദീന കാണണം എന്നുള്ളത്, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്തണം എന്നുള്ളത്. പരിശുദ്ധമായ കഅബാലയം തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ നമസ്കരിക്കുക, പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യുക, ഹജ്ജ് കർമ്മം നിർവഹിക്കുക, സഫയിൽ നിന്ന് മർവയിലേക്ക് ഓടുക. പരിശുദ്ധമായ ഹജ്ജ് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? പരിശുദ്ധമായ ഹജ്ജിന് പലപ്പോഴും ആ ഹജ്ജ് കർമ്മം ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരുന്നത് സമ്പത്തിനേക്കാളും ആരോഗ്യത്തിനേക്കാളും മറ്റു സൗകര്യങ്ങളെക്കാളും ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു തൗഫീഖ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുകയാണ്. ആ തൗഫീഖാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടുന്ന 4 വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ, പകർത്താനും തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ഹജ്ജിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് ആ 4 വിഷയങ്ങൾ? ഒന്നാമത്തെ വിഷയം, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി അതിയായി ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധമായ ഹജ്ജിന് നമുക്ക് തൗഫീഖ് ലഭിക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു അമലിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ആ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതായത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നു. ആ മനുഷ്യനെ നോക്കിയിട്ട് സമ്പത്തില്ലാത്തൊരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, അള്ളാഹു എനിക്കും നീ ഒരുപാട് സമ്പത്ത് നൽകിയിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ സ്വതക്ക ചെയ്യാമായിരുന്നല്ലോ എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി അവൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ സ്വതക്ക ചെയ്തവൻ്റെ പ്രതിഫലം അള്ളാഹുവിന് കൊടുക്കുമെന്നാണ്. ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ ഇങ്ങനെ വഅള് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്, ക്ലാസ് എടുക്കുകയാണ്, ആളുകൾക്ക് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ആ ആലിമിനെ നോക്കിയിട്ട് ചിന്തിക്കുകയാണ്, അല്ലാഹുവേ എനിക്കും ഒരുപാട് ഇൽമുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചിന്തക്ക് പ്രതിഫലം കൊടുക്കുമെന്ന്, അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിന് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നതുപോലെ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളിൽ ഹാജിമാർ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കഅബാലയത്തിലേക്ക് ആളുകൾ ഒഴുകുമ്പോൾ അല്ലാഹുവേ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവേ എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെടാലോ എന്നൊരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സ്വഹാബാക്കളോടൊരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി, സ്വഹാബ, നമ്മളിവിടെ യുദ്ധം ചെയ്യുന്നു, നമ്മളിവിടെ മല മുകളിലേക്ക് കയറുന്നു, നമ്മൾ ശത്രുക്കളോട് പോരാടുന്നു, എന്നാൽ നമ്മുടെ കൂടെ ഈ പ്രതിഫലം നമ്മൾ നേടിയെടുക്കുന്ന ഈ പ്രതിഫലം നമ്മുടെ കൂടെ പങ്കാകുന്ന കുറച്ച് ആളുകൾ മദീനയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ, അവർ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹബസഹും ബിൽ ഉദ്ർ, അവരെ പിടിച്ചു വെച്ചിരിക്കുന്നത് ന്യായമായ ചില കാരണങ്ങളുള്ളത് കൊണ്ടാണ് അവർ വരാത്തത്. അതുകൊണ്ട് അവരുടെ മനസ്സിന്റെ ആഗ്രഹം യുദ്ധത്തിന് വരണം എന്നാണ്. അതുകൊണ്ട് അള്ളാഹു അവർക്കും പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ
അതിയായ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാവുക എന്നുള്ളതാണ്. ഹജ്ജിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാനും ഹജ്ജിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകാനും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ശക്തമായ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ യൂട്യൂബുകളിലൊക്കെ നമുക്ക് കഅബാലയത്തിൻ്റെ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ കാണാൻ കഴിയുമല്ലോ ലൈവായിട്ട്. അതൊക്കെ കാണുന്നതിൽ അതിയായ താല്പര്യം കാണിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഹജ്ജിനുള്ള ആഗ്രഹമുള്ള ആളുകൾ. ഹജ്ജിലേക്കുള്ള ആഗ്രഹമുള്ളവരുടെ അടയാളം അതൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു താല്പര്യമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അതിയായി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം ദുആ ആണ്. ദുആ കൊണ്ട് അള്ളാഹുവിൻ്റെ ഖദർ ഖലാഉകളെ വരെ മാറ്റി എഴുതാൻ നമുക്ക് കഴിയും, മാറ്റിത്തിരുത്താൻ നമുക്ക് കഴിയും. അള്ളാഹു മുമ്പേ തീരുമാനിച്ച പല വിഷയങ്ങളും അത് മാറ്റിയെടുക്കാൻ ദുആ കൊണ്ട് സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ദുആ ചെയ്താൽ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് നമ്മൾ അള്ളാഹുവോട് ചോദിച്ചു മേടിക്കണം. ഹജ്ജിന് വേണ്ടി തൗഫീഖിന് വേണ്ടി മലയാളത്തിൽ നമുക്ക് ദുആ ചെയ്യാം. അറബിയിൽ അല്ലാഹുമ്മ വഫിഖ് ലനാ അല്ലെങ്കിൽ അല്ലാഹുമ്മ വഫിഖ് ലി ഹജ്ജത മഖ്ബൂല വ ഉംറത മബ്റൂറ വ സിയാറത മർളിയ എന്ന് ദുആ ചെയ്യാം. അല്ലെങ്കിൽ മലയാളത്തിൽ അള്ളാഹു എനിക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനൊക്കെ തൗഫീഖ് നൽകണമെന്ന് നിരന്തരം ദുആ ചെയ്യാം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുമ്മ വഫിഖ്നി ലിമാ തുഹിബ്ബു വ തർള, നിനക്ക് ഇഷ്ടമുള്ളതും നിനക്ക് തൃപ്തികരമായ കാര്യങ്ങൾക്കുമുള്ള തൗഫീഖ് നൽകണേ എന്നൊക്കെ നമുക്ക് ദുആ ചെയ്യാം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഹജ്ജിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കാൻ വേണ്ടി രണ്ടാമതായി നമ്മൾ ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടത്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഹാജിമാരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ എങ്ങനെയാണ് അവരെ ബഹുമാനിക്കുക? പണം കൊടുത്തുകൊണ്ടല്ല, അവരോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. നമ്മളെക്കാൾ തഖ്വ കുറവുള്ള ആളുകൾ ആയിരിക്കാം, നമ്മളെക്കാൾ ഇൽമുൽ കുറഞ്ഞ ആളുകളായിരിക്കാം, നമ്മളെക്കാൾ സൂക്ഷ്മത കുറഞ്ഞ ആളുകളായിരിക്കാം, പ്രായം കുറഞ്ഞ ആളുകളായിരിക്കാം. നമുക്ക് അവരുടെ പ്രാർത്ഥന ഒന്നും ആവശ്യമില്ല, അങ്ങനെയുള്ള ആളുകൾ വരെ ആയിരിക്കാം. പക്ഷെ അവർ പോകുന്നത് ഹജ്ജിനാണല്ലോ, അവർ പോകുന്നത് കഅബയിലേക്കാണല്ലോ, അവർ പോകുന്നത് പരിശുദ്ധമായ ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകിയിട്ടാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് ആദരവ് കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരോട് ദുആ വസിയത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരെ ആദരിക്കുക, അവരെ ഖിദ്മത്ത് ചെയ്യുക, അവരെ ബഹുമാനിക്കുക, അവരോട് ദുആ വസിയത്ത് ചെയ്യുക എന്നുള്ളതൊക്കെ ഹജ്ജിന് തൗഫീഖ് ലഭിക്കാനുള്ള കാരണമാണ്. പരിശുദ്ധ മക്കയിൽ പോയി ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണേ എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവരോട് നമ്മൾ ദുആ വസിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉംറയ്ക്ക് വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തിട്ട് പറഞ്ഞു, ഉമറേ എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ദുനിയാവിലെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വാചകം റസൂലുള്ള ഉമറേ നിന്റെ ദുആയിൽ ഞങ്ങളെ മറക്കരുതേ എന്ന് പറഞ്ഞ വാക്കാണ് എന്ന് പറയുമ്പോൾ ദുആ വസിയത്ത് ചെയ്യുക എന്നുള്ളത് ഹാജിമാരോടുള്ള ആദരവാണ്. അത് നമുക്ക് പരിശുദ്ധമായ ഹജ്ജിന് തൗഫീഖ് ലഭിക്കാൻ ഒരു കാരണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമായ കഅബാലയത്തെ ആദരവോടെ നമ്മൾ കാണുക എന്നുള്ളതാണ്. പരിശുദ്ധമായ കഅബാലയത്തെ കാണുമ്പോൾ, അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ, അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്പ സെക്കൻഡെങ്കിലും അത് നമ്മൾ നോക്കി നിൽക്കുക എന്നുള്ളതൊക്കെ ഹൃദയത്തിൻ്റെ അകത്ത് കഅബയോട് ആദരവുള്ളവരുടെ അടയാളമാണ്. പരിശുദ്ധമായ കഅബാലയത്തെ എങ്ങനെയാണ് നമ്മൾ ആദരിക്കുക? നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിക്കും. നമ്മളൊരു മൃഗത്തെ അറക്കുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ഉളു ഉണ്ടാക്കുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിക്കും. നമസ്കരിക്കുമ്പോൾ പിന്നെ എന്തായാലും കഅബാലയത്തിലേക്ക് നമ്മൾ തിരിയണം. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ കഅബാലയത്തിലേക്ക് തിരിയാൻ ശ്രമിക്കും. സ്വതക്ക ചെയ്യുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിയാൻ ശ്രമിക്കും. ദുആ ചെയ്യുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിയാൻ ശ്രമിക്കും. ടോയ്ലറ്റിൽ പോകുമ്പോൾ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ കഅബാലയത്തിൽ നിന്ന് തെറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തെ എങ്ങനെയൊക്കെ ആദരിക്കാൻ കഴിയുമോ ആ ഒരു ഭാഗത്തെ, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് ഭാഗം, ആ പടിഞ്ഞാറ് ഭാഗത്തോടുള്ള ആദരവ്, ആ ഒരു ആദരവ് മനസ്സിൻ്റെ അകത്ത് സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ കഅബാലയത്തിലേക്ക് എത്താനുള്ള അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് ലഭിക്കാനുള്ള കാരണമാണ്. 4
വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അതിയായി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. 2, നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 3, ഹാജിമാരോട് ആദരവും ബഹുമാനവും കാണിക്കുക എന്നുള്ളതാണ്. 4, പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഈ 4 വിഷയങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ഹജ്ജിനുള്ള തൗഫീക്ക് നൽകും. അള്ളാഹു നമ്മെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്തിക്കും. ഏറ്റവും വലിയ ആയുധം ദുആ ആണ്. ആ ദുആ നമ്മൾ മുറുകെ പിടിക്കുക. നിരന്തരം ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ, ദിവസങ്ങളിൽ, മാസങ്ങളിൽ, നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു നമ്മയൊക്കെ അടുത്ത വർഷം തന്നെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് അള്ളാഹു എത്തിപ്പിക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക്, ഉംറ ചെയ്യാനുള്ള തൗഫീക്ക്, സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.